ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ കിച്ചണിലാണുള്ളത്. ഫ്രിഡ്ജ് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ തമ്മിൽ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് വീട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള അമ്മാലപ്പുഴ അവിൽ മിൽക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. രഞ്ജിയേട്ടനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അവിൽ മിൽക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. പണ്ടങ്ങാണ്ട് കഴിച്ചതാ. അതെ അതെ, പണ്ട് കഴിച്ചതാ. അപ്പോൾ ഇന്നപ്പം രഞ്ജിയേട്ടനാണ് ഞങ്ങൾക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ അറിയാത്തവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ രഞ്ജിയേട്ടനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരും ഒന്നും മറക്കത്തില്ല. അപ്പൊ നമുക്കിനിയും നോക്കാം. രഞ്ജിത്ത് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം എന്ത് ചെയ്യാം രഞ്ജിത്ത്? ആദ്യം നമ്മുടെ അവല് വാങ്ങുന്നില്ലേ, അവലിനൊരു പച്ചപ്പ് കാണും. അപ്പൊ അത് പോകാൻ വേണ്ടിട്ട് നമ്മൾ ഈ കടായിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. ചൂടാക്കുന്ന ഭാഗത്ത് കരിഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി പച്ചപ്പ് പോകാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യം വന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ശരിക്കും നമ്മൾ വെള്ളവല എടുക്കുന്നത്, പക്ഷെ നമുക്കിപ്പോ വാങ്ങി വെച്ചത് ഇതാ ഉള്ളത്, ബ്രൗൺ ആണ്. കുഴപ്പമില്ല. ഓക്കെ, അത് കൂടുതലുണ്ട് കേട്ടോ. ഇത്രയും വേണ്ട. അത് ഇട്ടെങ്കിൽ തിരിച്ചു വെക്കാൻ മാർഗമൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ ഇടുമ്പോഴേ നമുക്ക് ആ പൊടിയൊക്കെ പോകും. പിന്നെ നെല്ലോ അങ്ങനത്തെ കാണും ചിലപ്പോഴേ. അപ്പം നെല്ലുണ്ടെങ്കിൽ നെല്ലും എടുത്ത് കളയാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടാവും അവൽ മിൽക്ക് കഴിച്ചിട്ടുള്ളവരും, ചിലർ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അവൽ മിൽക്ക് ശരിക്കും എവിടെയാണെന്ന് അറിയാം, കോട്ടക്കല്, മലപ്പുറത്ത് കോട്ടക്കലിന് ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞേക്കാം. പിന്നെ അവിടെ നിന്ന് ഉണ്ടായി. പിന്നെ മഞ്ചേരി ഞങ്ങളുടെ ബെസ്റ്റ്, നമ്മൾ അന്ന് കഴിച്ചില്ലേ, അവിടെ നല്ല ഭയങ്കര തിരക്ക്. അവൽ മിൽക്കിൽ മാത്രമായിട്ടൊരു കടയാണ്. അവിടെ തിരക്കൊഴിഞ്ഞ സമയം കാണത്തില്ല. പിന്നെ ഇപ്പം മലബാർ ഏരിയയിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓതന്റിക്കായിട്ട് ഉണ്ടാക്കുന്ന പണ്ട് ജസ്റ്റ് അവലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അവലും പഴം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അവൽ മിൽക്ക് എന്ന് പറഞ്ഞു വരും, ശർക്കര ഇട്ടിട്ട്. പിന്നെ അത് മാറി അവൽ മിൽക്ക്, വെള്ളം മാറി പാലായി. പിന്നെ അതിന് ഓരോരോ സാധനങ്ങൾ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്ത് ഇപ്പം വേറെ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു കൂടുതൽ മലപ്പുറം, കോഴിക്കോട് അവിടേക്കാണ് തോന്നുന്നത്. ഞാൻ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും വന്നൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലായിടവും എല്ലാ ബേക്കറീസിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ചെറിയ ചൂട് പച്ചപ്പ് ഇട്ടതേ ഉള്ളൂ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തണുത്തോട്ടെ അല്ലേ. ഇപ്പൊ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവല് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടല, ഇപ്പൊ മലപ്പുറം സൈഡിൽ കടല എന്ന് പറയും, നിങ്ങളവിടെ കപ്പലണ്ടി എന്ന് പറയും. തെക്കോട്ട് കപ്പലണ്ടി എന്ന് പറയും, നിങ്ങൾക്ക് അവിടെ കടല എന്ന് പറയും. പിന്നെ പഴം ഇതല്ല വേണ്ടത്. പിന്നെ നമ്മുടെ ചെറിയ പാളയംകുളം പഴം ഉണ്ടല്ലോ, ചെറിയ പഴം, അതാണ് വേണ്ടത്. അതിപ്പം ഇവിടെ കിട്ടാനില്ല, ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് കിട്ടാനില്ല. ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഭയങ്കര വിലയെന്ന് പറഞ്ഞു കടയിലുള്ളവർ. നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് വലുതായിട്ട് പഴുത്തിട്ടില്ലല്ലേ? ഇത് മുഴുവൻ വേണ്ട, നമുക്ക് ഒരെണ്ണം അങ്ങനെ മതി. ഒരു പഴം മതി, ഒന്നോ രണ്ടോ മതി. നമുക്ക് അതല്ലേ വേണ്ടുള്ളൂ. 17 ദിർഹംസാണ് മറ്റേ ചെറിയ പഴത്തിന്. ഇല്ല, സാധനം കിട്ടാല്ല. എന്നിട്ട് ഇപ്പൊ സാധനത്തിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെ. ഇപ്പൊ ഓഫേഴ്സ് ഒന്നും ഇപ്പൊ പഴയ പോലെ. പിന്നെ വേറെ 2 സാധനം കൂടെ വേണം, അത് നമുക്ക് ചെയ്ത് വരുമ്പോ കാണാം. ഓക്കെ, ഇപ്പൊ ഇത് വേണ്ട. ഇനിയിപ്പോ നമ്മൾ ഇത് തണുക്കുന്ന സമയമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാല്, ഈ പഴം നമുക്ക് എടുത്തിട്ട് ശരി ഒന്ന് ബീറ്റ് ചെയ്യണം ഗ്ലാസ്സിലിട്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. ചെറുതായിട്ട് മുറിച്ചിടാം. പഴം അപ്പൊ മിക്സിയിൽ അടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ മിക്സിയിൽ അടിക്കുമ്പോൾ വല്ലാതെ ഇതായിട്ടും ചെറുതായിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടി, കടി കിട്ടാൻ വേണ്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഒരു 1.5 പഴം മതി നമുക്ക്. മിക്സിയിൽ അടിക്കാം. ഇത് കഴുകി വെച്ചേക്കാണോ? കഴുകി പഠിച്ചു വെച്ചത്. അയ്യോ, എന്തായാലും കൊള്ള രസമായിട്ടുണ്ട് കേട്ടോ.
അത് എനിക്ക് തോന്നി എല്ലാം കൂടെ ഒന്നിട്ട് എങ്ങനെ അടിക്കാൻ പറ്റും. അതൊക്കെ പറ്റുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മള് ഇത് മെനക്കെടാ സമയം എടുക്കും. മിക്സി ഉണ്ടല്ലോ, നമുക്ക് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ അവലുണ്ട്, പിന്നെ പഴമായി, പാലായിട്ടുണ്ട്, പിന്നെ കടലയുണ്ട്, പിന്നെ നമുക്ക് ഒരു സാധനങ്ങളുണ്ട് ഫ്രിഡ്ജില്. അപ്പൊ രഞ്ജേട്ടൻ ആദ്യം കുറച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പാല് തണുപ്പിച്ചതാണ്. പിന്നെ ഒരുപാട് അപ്പം തണുപ്പിക്കാൻ വെച്ച പാലിനകത്തോട്ട് ഒരുപാട് തണുത്തു പോയി. പിന്നെ കൊറേ നേരം മുന്നേ എടുത്തിട്ട് വെച്ചതാ. ഇതുണ്ട് പഞ്ചസാര. അയ്യോ ഇതാ ഇതിനകത്ത് കുറച്ച് കിടപ്പുള്ളൂ, ഞാൻ ഇട്ട് തരട്ടെ ഇതിനകത്ത്. ഇത്രയും മതിയോ? സ്പൂൺ തരാം. അപ്പം പഴം തികയില്ല എന്നും പറഞ്ഞ് രഞ്ജേട്ടൻ വീണ്ടും ഇതാ കുറച്ച് പഴവും കൂടി അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അടച്ചില്ല, അടച്ചിട്ട് ഓൺ ചെയ്യാവുള്ളൂ. അതിനല്ല ഞാൻ പഴം ഇട്ടു, പിന്നെ പഞ്ചസാരയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ഇട്ട പെട്ടെന്ന് സ്പൂൺ. ഓക്കെ. പഞ്ചസാര നമ്മളിപ്പം ഒരു ഇതിന് പിന്നെ 2 സ്പൂണ് പഞ്ചസാര എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം 6 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഓ പഴത്തിന് മണം ഇവിടം വരെ വരുന്നു. എനിക്ക് പഴം അത്ര ഇഷ്ടമില്ല. മണം കിട്ടില്ല മിസ്റ്റർ. അടപ്പന്തി അടപ്പാ ഇതേണ്ട. റെഡി ആയിട്ടുണ്ട്. മോളെ എന്താണെന്ന് അറിയാമോ ഇതിൽ കൊണ്ടുവരാത്ത, മക്കളെ അധികം കൊണ്ടുവരാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോണിറ്റൈസേഷൻ്റെ പ്രോബ്ലം വരും. അതുകൊണ്ടായിട്ടോ മക്കളെ അധികം കാണിക്കാത്തത്. പഴമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് അവലെടുത്തിട്ട് പിന്നെ ഇടുക. ഫസ്റ്റ് ലെയറായിട്ട് അവലിടുക. ശരി, ഇങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ വിചാരം. എല്ലാം കൂടെ എടുത്തിട്ട് അടിക്കുക. കുറച്ച് അവൾ അവൽ ജ്യൂസ് കുടിക്കാതിരുന്നത്. അവൽ ജ്യൂസ് അവലിട്ടു. ഏകദേശം ഇത്രയും ഭാഗം കുറച്ച് അവൽ നമ്മൾ ഇടുന്നു. പിന്നെ പഴത്തിൻ്റെ സിറപ്പ് നമ്മൾ ഒഴിക്കുന്നു. വളരെ ഈസിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കഴിഞ്ഞില്ല ഈസിയാണ്. വളരെ എളുപ്പമാണ് പറഞ്ഞപ്പോൾ രഞ്ജിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണോ എനിക്ക് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇത്ര ഈസി എന്ന് പറയുന്നത്. അതല്ല, എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ നേരത്തെ എത്ര അവലിട്ടോ അതിൻ്റെ പകുതി അളവിൽ പഴം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് കടല, നിങ്ങളവിടെ എന്താ പറയുന്നതിന്? കപ്പലണ്ടി. കപ്പലണ്ടി. നിങ്ങളവിടെ എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കണ്ട. ഞാനും വളർന്നതൊക്കെ മലപ്പുറമായിരുന്നു. ആണോ? അടുത്ത ലെയറായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് അവല് ചേർക്കണം. അവല് ഇടും. അല്ലെങ്കിലും ആണുങ്ങൾ കിച്ചണിൽ കയറിയുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാം അലങ്കോലമാക്കും. ഞാൻ മറുപടി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം പറയാനുള്ള മറുപടി. വീണ്ടും നമ്മൾ ഇത് തന്നെ ഒരു ലെയറും കൂടെ നമ്മൾ പഴം ഇടുന്നു. ഫുള്ള് 2 പഴം മുഴുവൻ എടുത്തു. അപ്പം 3 ഗ്ലാസ്സിന് വലിയ പഴമാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ കുഞ്ഞു പഴമല്ല, വലിയ പഴം 2 എടുത്തിട്ടുണ്ട്. നമ്മൾ പാലൊഴിക്കുന്നു. അപ്പം ലാസ്റ്റ് ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്തത് നമുക്ക് ലാസ്റ്റ് ഐസ്ക്രീം ചേർക്കാനുള്ളത് കൊണ്ടാണ്. ഒരു ഐസ്ക്രീം എനിക്ക് കുറച്ചിട്ട് വെക്കാം.
സംഭവം റെഡി. പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഭംഗിക്കാണെങ്കിൽ സ്പ്രിങ്കിൾസ് കൂടെ ഇടാം. പക്ഷെ ഇതാണ് നമ്മുടെ മലബാർ മിൽക്ക് ഷേക്ക്. പിന്നെ കണ്ടോ, അവൽ മിൽക്ക് ഷേക്ക് എന്ന് വെച്ചാൽ ഷേക്ക്. പിന്നെ പാലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പാലുണ്ട്, പഴമുണ്ട്, കടലുണ്ട്, അവലുണ്ട്. അപ്പം ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ? ഓക്കെ, എന്നാ പിടിച്ചോ. ഓക്കെ, അപ്പൊ രഞ്ജിത്ത് എന്നെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഇത് കുടിക്കാൻ ജ്യൂസ് അല്ല, ഇതെങ്ങനെ കഴിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ, മലബാർ എന്ന് പറയണം, മലപ്പുറം സ്പെഷ്യൽ അവൽ മിൽക്ക് ഷേക്ക്. സ്പൂണൊക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണെന്ന് അറിയാമോ കഴിക്കേണ്ടത്? എങ്ങനെ കുടിക്കല്ല, ജ്യൂസ് അല്ല ഇത്. കൊള്ളാം. അപ്പം ഇതെങ്ങനെ കഴിക്കുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോ കണ്ട അവലുണ്ട്, പഴമുണ്ട്, കടലയുണ്ട്, വീണ്ടും പാല്, ഐസ്ക്രീം, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സൈഡിൽ കൂടെ സ്പൂൺ എടുത്തിട്ട് സ്പൂണിൽ കൂടെ ഇതിപ്പോൾ അങ്ങനെ നല്ല ചെറുതായിട്ട് കൊണ്ട് മിക്സ് ചെയ്തിട്ട് കണ്ട പാലിങ്ങനെ ഇറക്കി എല്ലാം കൂടെ കണ്ട മെല്ലെ മെല്ലെ ഇളക്കി എന്നാ പിടിച്ചോ. ശരി, കുറേ വർഷമായിട്ടോ, ഞാൻ മറന്നുപോയി എങ്ങനെയായിരുന്നു. മറന്നോ? വേണ്ടേ? അടിപൊളി. എന്തൊക്കെ കിട്ടി ഇപ്പൊ ഇതില്? നട്ട്സ് കിട്ടി, ഐസ്ക്രീം കിട്ടി, അവല് കിട്ടി, മിൽക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ട് കഴിക്കാം. ഓക്കെ, എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് രഞ്ജേട്ടൻ ഉണ്ടാക്കി കാണിച്ചത്, നിങ്ങളെ പരിചയപ്പെടുത്തി തന്നതും. അറിയാത്തതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെ പോലെ തന്നെ. ഞാൻ പണ്ടെങ്ങാണ്ട് കുടിച്ചാണ് കേട്ടോ മലപ്പുറത്ത് വെച്ചിട്ട്, എനിക്കും അറിയത്തില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, പ്രോത്സാഹനമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും വരും. അതുവരെ ബൈ.